കട്ടപ്പന BRCയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി BRCക്ക് മുമ്പിൽ KPSTA കട്ടപ്പന സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷമായി നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ ബാക്കി വർഷങ്ങളുടെ കണക്കുകൂടി പരിശോധിച്ചു കഴിയുമ്പോൾ ആ തട്ടിപ്പുകളുടെ തുക എത്രയോ വലുതായിരിക്കുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. ഒരു BRCയുടെ സ്ഥിതി ഇതാണ് എങ്കിൽ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളിലും നടന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പരിശോധിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഒരു സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗം പരിശീലനത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ സർവശിക്ഷ കേരളയുടെ ഭാഗമായിട്ടുമൊക്കെ ആരംഭിച്ച ഇത്തരത്തിലുള്ള റിസോഴ്സ് സെന്ററുകൾ ഇത് കൊള്ളയടി സംഘങ്ങളായി മാറുന്ന അല്ലെങ്കിൽ കൊള്ളയടി കേന്ദ്രങ്ങളായി മാറുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുടെയും SC/ST കുട്ടികളുടെയും ആനുകൂല്യങ്ങൾ തട്ടിയെടുത്ത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പ്രവൃത്തിയാണ് നടന്നതെന്നും ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. 10 വർഷമായി കേരളത്തിലെ BRCകളിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പാർട്ടി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സബ് ജില്ലാ പ്രസിഡന്റ് റജി ജോർജ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് ജേക്കബ്, ജില്ലാ സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ, നേതാക്കളായ ജോസ് കെ സെബാസ്റ്റ്യൻ, അനീഷ് ആനന്ദ്, മനോജ് കുമാർ, CK ജിഷ്മോൻ, മെർവിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.